ഫോറിൻ ട്രേഡ് രംഗത്തെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മലയാളി സാന്നിധ്യത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. തൃശ്ശൂർ സ്വദേശിനിയായ ശ്രീമതി ഡെയ്സ് ആൻ്റണി. ഏതാണ്ട് 16 വർഷക്കാലമായി ചൈനയിൽ നിന്ന് കേരളത്തിലേക്ക് മറ്റ് പല രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റു തരത്തിൽ അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഫോറിൻ ട്രേഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൈനീസ് അനുഭവങ്ങളിൽ തുടങ്ങാം. എങ്ങനെയാണ് ചൈനയിൽ എത്തിയത്? എന്തായിരുന്നു ഒരു കരിയറിൽ നിന്ന് മാറി ഇത്തരത്തിലൊരു ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് കാരണം? അത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ചൈനീസ് യാത്ര ഉണ്ടായിരുന്നു ലൈഫിൽ. അന്ന് പോയപ്പോഴാണ് ചൈനയിലെ ഇത്രയും വിപുലമായിട്ടുള്ള ഒരു ട്രേഡിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് എപ്പോഴും നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോവുക, പർച്ചേസ് ചെയ്യുക എന്നൊക്കെയുള്ളൊരു ഓപ്ഷനിൽ മാറി നിൽക്കുമായിരുന്നു. പിന്നെ അതിനുശേഷം സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തുടങ്ങി. അപ്പോഴും അവിടെ സ്ഥിരമായിട്ട് നിന്ന് ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി, ആ ഒരു എന്താ പറയുക, അതിലേക്ക് ആ ഒരു മോട്ടീവിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യായിരുന്നു. പിന്നെ അതിൻ്റെതായ നാട്ടിൽ അതിൻ്റെതായ കുറേ എന്താ പറയുക തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ജോലി നിർത്തി ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ച സമയത്താണ് വീണ്ടും ചൈനയിലേക്ക് കൂടുതലായിട്ട് പോകുന്നത്, 2012 ശേഷം. അപ്പം അന്ന് തുടങ്ങി ഇന്ന് വരെ മന്ത്ലി 2 പ്രാവശ്യമൊക്കെ പോയി വന്ന് സ്വന്തമായിട്ടും മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കും. പക്ഷെ അതൊരു ബിസിനസ് മൈൻഡിലല്ല അന്നൊന്നും ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഒരു സ്റ്റോറാണ്, 13,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മളുടേതായിട്ട് ബ്രാൻഡ് ചെയ്ത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടി പോയി അവിടുത്തെ മാനുഫാക്ചറിങ് കമ്പനികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിലൊരു പാർട്ട്ണർഷിപ്പ് എടുത്ത് അങ്ങനെ അവിടെ നിൽക്കേണ്ടി വന്ന സമയത്താണ് വൈഡായിട്ട് നമ്മൾ ഇത് ബിസിനസ്സായിട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഈ ശരിക്കും ഈ 16 വർഷമായല്ലോ ചൈന ചെയ്തത്. അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് ചൈന ഒരു പക്ഷേ ഈ മാനുഫാക്ചറിങ്ങിലൊക്കെ അതിൻ്റെ ഒരു പീക്ക് പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്ന സമയമാണ്. എന്തായിരുന്നു അവിടുത്തെ ഒരു അനുഭവം? അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ചൈന ശരിക്കും അമ്പരിപ്പിക്കുന്ന ഒരു സമയമാണത്. തീർച്ചയായിട്ടും. ഞാൻ 2008-2009 കാലഘട്ടങ്ങളിൽ പോകുന്ന ചൈനയല്ല ഇപ്പോൾ ഉള്ളത്. ഒരു ഭയങ്കര ഫാസ്റ്റ് എന്താ പറയുക, എക്സ്ട്രീംലി ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തു. നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാളും ഒരുപാട് യാത്രാ സൗകര്യങ്ങളായാലും അവിടുത്തെ സിറ്റികളിലൊക്കെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു UK US ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിന് കിടപിടിക്കാൻ പാകത്തിന് അവർ സിറ്റികളെല്ലാം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് ഫാസ്റ്റായിട്ട്. അത് തന്നെ ഒരു വലിയ ഇതാണ് കൺസ്ട്രക്ഷൻ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. ഈവൻ വലിയ മരങ്ങളൊക്കെ നമ്മൾ കാണാം. വലിയ മരങ്ങൾ അവരൊരിക്കലും വെട്ടി നശിപ്പിക്കില്ല, അത് പിഴുതെടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ട് അതുപോലെ അവർ നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ വെട്ടരുതെന്നും ഇതൊക്കെ ഇങ്ങനെ പറയുന്ന സമയങ്ങളിലും അവരത് അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മാനുഫാക്ചറിങ്ങിൻ്റെയും ബിസിനസ്സിൻ്റെയും കാര്യത്തിലാണെങ്കിൽ അവർ എക്സ്ട്രീംലി എവ്രി ഡേ ഭൂമി അതന്നെ പറയാനുള്ളൂ. ഭയങ്കര നമ്മൾ കണ്ണടച്ചു കൊടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഉണ്ടാക്കി തരുന്ന ടെക്നോളജീസ് അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ട് വളരെ ഭംഗിയായിട്ട്. ഈ കാലത്രയും നമുക്ക് അന്ന് തുടങ്ങി ഇന്ന് വരെ നോക്കുമ്പോൾ ചൈന ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല. ചൈന ആ കുതിപ്പ് അതേപടി നിലനിർത്തുകയോ അതിൽ കൂടുതലാവും അങ്ങനെയല്ലേ തോന്നിയിട്ടുള്ളത്? നമ്മളെപ്പോലെ ഒരു കാലഘട്ടം അവർക്കും ഉണ്ടായിരുന്നു. നമ്മളും ബ്രിട്ടീഷുകാരിൽ നിന്ന് വന്ന പോലെ അവരും ഉണ്ടായിരുന്നു. പക്ഷെ അവർ മുന്നോട്ടാണ് വരുന്നത്, അവരൊരിക്കലും അവിടെ സ്റ്റക്കായിട്ടില്ല. അവരുടെ ഒരു എന്താ പറയുന്ന നമ്മളുടെയും അവരുടെയും രണ്ട് ജനാധിപത്യ വ്യവസ്ഥിതി എന്ന് പറയാൻ പറ്റില്ല, അവർക്ക് ഹിപ്പോക്രസിയാണ്. എന്നാൽ പോലും അവർ അവരുടെ ആ ഒരു എന്താ പറയുക അതിനെ പറ്റിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, നമ്മുടെ ജനാധിപത്യമാണ്, അവരുടെ ഒരു ഓട്ടോക്രസിയാണ്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു അവിടുത്തെ ഒരു ഭരണക്രമത്തിന്റെ ഒരു സ്വഭാവം നിങ്ങൾക്ക്? നിയമങ്ങളെ ബാധിക്കുന്ന തരത്തിലാണെങ്കിൽ അവർ കട്ടക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്താലും ഇപ്പം നമ്മളിവിടെ ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഒരു ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഇത്ര പ്രോബ്ലംസേ ഉള്ളൂ. നമ്മുടെ ഒരു ലൈസൻസ് കട്ടാവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ എന്ന് പറഞ്ഞത് പക്കാ സ്ട്രിക്റ്റ് ആണ്. നമ്മുടെ പോലെ MBDക്കാരൊന്നും പുറകെ വരുമൊന്നുമില്ല. കംപ്ലീറ്റ് ക്യാമറ ഇൻസ്റ്റലേഷനാണ്. 12 പോയിന്റാണ് ഒരു വർഷത്തേക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസിനുള്ളത്. ആ 12 പോയിന്റ് കഴിഞ്ഞാൽ തീർന്നു, ഡ്രൈവിംഗ് ലൈസൻസ് കട്ടായി. അപ്പം അങ്ങനെ അത് ഈ ആ വണ്ടി നമ്പറിലേക്കാണ് ആഡ് ആവുന്നത്. ഏത് വണ്ടിയാണോ വയലേറ്റ് ചെയ്യുന്നത് അത് ഓടിക്കുന്ന ഡ്രൈവർ, മേ ബി അതൊരു 1, 2, 3 ഡ്രൈവേഴ്സിൻ്റെ പേരിലേക്കൊക്കെ ചിലപ്പോൾ ആ ഒരു പണിഷ്മെൻ്റ് ഒക്കെ മാറിയൊക്കെ പോകുന്നുണ്ടാവുമായിരിക്കാം. ബട്ട് ഈവൻ ദോ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അല്ല, നിയമത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കർക്കശ വളരെ സിമ്പിൾ ആയിട്ടുള്ള നിയമം പറഞ്ഞേ ഉള്ളൂ. കർക്കശ സ്വഭാവം ഉണ്ട്, അത് ചിലപ്പോൾ അവരെല്ലാ നിയമ വ്യവസ്ഥയിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ബിസിനസ് ചെയ്യുന്നതിന്റെ ഈസിനെസ്സിൽ ഇപ്പൊ നമ്മൾ എപ്പോഴും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ.
അവിടുത്തെ ഇടപാടുകൾ നടത്തുന്നത്, അതിലൊക്കെ എന്തെങ്കിലും തരത്തിൽ നിങ്ങളത് ബാധിച്ചിട്ടുണ്ടോ? അത് കുറച്ചും കൂടി സുഗമമാക്കുകയല്ലേ ചെയ്തിട്ടുണ്ടാവുക? ഇപ്പോൾ ടു ബി ഫ്രാങ്ക് സുഗമമാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കമ്പനി ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നോട്ട് ഈസി. നമ്മുടെ ഇവിടുത്തെ പോലെ നമ്മൾ ഇന്നൊരു കമ്പനി ഉണ്ടാക്കി നാളെ പോയാൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ ടേക്ക് 2 or 3 months മിനിമം. ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം കമ്പനിയുടെ ആ ഒരു ലീഗൽ പേഴ്സണിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അവർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ആയി കിട്ടുന്നത്. പിന്നെ അവരുടെ രാജ്യത്തിലേക്ക് നമ്മൾക്ക് പേയ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്ന പോലെ തന്നെ ടാക്സ്, ഇവിടെ വാറ്റാണ് എപ്പോഴും, അതൊക്കെ നമ്മൾ പേ ചെയ്യണം. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ടാക്സേഷനൊക്കെ കോംപ്ലിക്കേറ്റഡ് വ്യവസ്ഥയാണോ? കുറച്ച് നമ്മുടെ വാറ്റ് പോലെ തന്നെയാണ്, പഴയ വാറ്റ് എന്താണോ അതുപോലെ, പക്ഷെ കുറച്ചും കൂടെ ഡിഫറൻസ് ഉണ്ട്. ഈ നമ്മുടെ ആദ്യ കാലഘട്ടത്തിലെ സുഹൃത്തുക്കൾക്കും നമുക്ക് അഭ്യുദയ കമ്മ്യൂണിറ്റികൾക്കൊക്കെ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു സൗഹൃദത്തിൽ. അതിൽ കൂടുതലും നമ്മൾ ഏത് തരത്തിലുള്ള പ്രോഡക്ട്സ് ആണ് കൂടുതലും വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന ആളുകൾ അതിൻ്റെ ഫർണിച്ചേഴ്സ്, പിന്നെ അതിൻ്റെ ഇൻറ്റീരിയർ ഐറ്റംസ് അങ്ങനെയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചിലർ മാനുഫാക്ചറിങ് കമ്പനികൾ ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ എക്യുപ്മെൻറ്റ്സ്, എന്താ പറയുക, മെഷീനറീസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ് കൊണ്ടുവരുന്നതിനകത്ത് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളതുകൊണ്ട് കോട്ടൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചിലർക്ക് അത് സക്സസ് ആയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഡിഫറെൻറ്റ്, ഇപ്പം ചില ആളുകൾ ചെരുപ്പ്, ബാഗ് അങ്ങനെ എല്ലാം ചൈനയിൽ ഉൽപ്പാദിപ്പിക്കാത്ത ഒരു ഉൽപ്പന്നം ഉണ്ടാവില്ല. ഓൾമോസ്റ്റ് എല്ലാം തന്നെയാണ്. എന്ത് വേണമെങ്കിലും നമുക്ക് പല പ്രവശ്യകളിലായിരിക്കാം. നമ്മളിപ്പം ചിലപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെയ്തത് ഈ കണ്ടെയ്നർ ഹോംസ് നമ്മൾ പറയുമെങ്കിലും ഇറ്റ്സ് ലൈക്ക് എ 5-star ഹോട്ടൽ റൂം, മോർ ദാൻ ദാറ്റ്. ഫുൾ ഗ്ലാസ് കവേർഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന 1 bedroom, പാൻട്രി, ബാത്റൂം, എല്ലാ ഫെസിലിറ്റി ഉള്ളത്. അത് കൊണ്ടുവന്നിട്ട് നമുക്ക് ഫില്ല് ചെയ്യും. അത് നമ്മളൊരു 100 എണ്ണം കാണ്ടഹാറിലേക്ക്, ഗുജറാത്തിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ആയുർവേദ റിസോർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഷാങ്ടോങ് എന്ന് പറഞ്ഞ പ്രൊവിൻസിലാണ് ഞാൻ താമസിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒരു 2500 kilometer അകലെയാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാക്ടറീസ് ഓരോ ഏരിയ, ഒത്തിരി ഇന്നോവേഷൻസ് അവിടെ വരുന്നുണ്ട്. ഒത്തിരി ഇന്നോവേഷൻസ് സുഹൃത്തുക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ബന്ധമുള്ളവർക്ക് വേണ്ടി കുറേ സാധനങ്ങൾ ചെയ്തിരുന്നു, ഇക്കാലം എത്രയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ. അത് ഏതൊക്കെ തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ്? മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പ്രൊഡക്ട്സ് ആണ് കൂടുതലായിട്ടും ചൈനയിൽ നിന്ന് കൊണ്ടുവന്നിരുന്നത് അക്കാലത്ത്? ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് പേരും ചെയ്തുകൊണ്ടിരുന്നത് ഫർണിച്ചേഴ്സ്, ഭയങ്കര പ്രോഫിറ്റബിൾ ആൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫർണിച്ചറും ഇൻറ്റീരിയറും ആണ് ആദ്യ കാലഘട്ടങ്ങളിൽ എല്ലാവരും പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് വന്നപ്പോഴാണ് മിഷനറീസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടെ നമ്മൾ എന്ത് പറയുന്നോ, നമ്മൾ ഡ്രോ ചെയ്ത് കൊടുക്കുന്നത് എന്തിൻ്റെ ആസ്പെക്റ്റിലാണോ അത് അതുപോലെ ഉണ്ടാക്കി തരുമോ, അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് അവിടെ വന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആകെ ഒരു പ്രോബ്ലം ലാംഗ്വേജ് ആണ്. അപ്പം നമുക്കൊരു ട്രാൻസ്ലേറ്ററിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം നമ്മളുടെ എല്ലാ സ്റ്റാഫും അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ അവരെ യൂസ് ചെയ്യുന്നത്. അവർക്ക് ചൈനീസ് ആൻഡ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അറിയാവുന്ന കുട്ടികൾ. അപ്പം ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കസ്റ്റമേഴ്സ് പറയും അവർക്ക് ഇന്നത് വേണം സ്പെസിഫിക് ആയിട്ട്. അപ്പം നമ്മൾ ഈ ട്രാൻസ്ലേറ്റേഴ്സിനെ യൂസ് ചെയ്തൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴൊക്കെ കുറേ നമ്മളിങ്ങനെ വരയ്ക്കുന്നതും ആ ഒരു ഡ്രോയിങ് അനുസരിച്ചൊക്കെ അവർ ചെയ്തു തരും. പിന്നെ ചിലർ വേറെ കുറേ ആസ്പെക്റ്റിലുള്ള കാര്യങ്ങളൊക്കെ പറയും. ചിലർ ബാഗ് മാനുഫാക്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ അവിടെ നിന്ന് എല്ലാം ഇവിടെ ഉണ്ട്, ലെതറുണ്ട്, ഒറിജിനൽ. പിന്നെ അവിടെ നമുക്ക് അറിയാമല്ലോ, ആസ് യൂഷ്വൽ എല്ലാത്തിൻ്റെയും കോപ്പി കിട്ടുന്നൊരു മാർക്കറ്റാണ്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ചെയ്തിരുന്ന ആളുകളൊക്കെ ഉണ്ട്. അത് ഞാൻ ചെയ്തിട്ടില്ല കോപ്പി എന്ന് പറയുന്നത്, അത് ചെയ്യുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഡിപ്പെൻഡ്സ് ഓൺ ദ കസ്റ്റമേഴ്സ് ഡിമാൻഡ്. അതാണ് നമുക്ക് പറയാൻ പറ്റില്ല. എന്ത് സാധനവും നമുക്ക് അവൈലബിൾ ആണ് അവിടെ. അടുത്ത കാലത്തേക്കായിട്ട് എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പലരും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും കൂടുതലായിട്ട് ഞാനിപ്പോൾ ഒരു 100 കണ്ടെയ്നർ ഹോംസ്, കണ്ടെയ്നർ ഹോം എന്ന് പറയാൻ പറ്റില്ല അതിന്, അവർ പറയുന്നത് അതിനെ ഫാബ്രിക്കേറ്റഡ് ഹോംസ് എന്നാണ്. പലരും പല പേരിൽ പറയുന്നുണ്ട്. അതായത് ഫുൾ ഗ്ലാസ് കവേർഡ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ റൂം പോലെ ഒരു കണ്ടെയ്നറിനകത്ത്, കണ്ടെയ്നർ വെച്ചാൽ ഒരു ക്യാബിനാണ് അത് ശരിക്കും. ആ ഒരു ക്യാബിനാണ്, അതിനകത്ത് ഫുൾ ഫെസിലിറ്റി, ഫുള്ളി സെൻട്രലൈസ്ഡ് ക്യാബിൻ പ്ലസ് ബെഡ്റൂം, ബാത്റൂം, പാൻട്രി, അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം. എൻറ്റയർ ഫെസിലിറ്റി. ഒരു ചെറിയൊരു ഒരു ബെഡ്, നമ്മളൊരു ഹോട്ടൽ റൂം, ഒരു സ്യൂട്ട് റൂം എടുത്താൽ എങ്ങനെയുണ്ടാവും അതുപോലെ ഫെസിലിറ്റി ഉള്ള ഒരു സംഭവം. ഒരു 100 എണ്ണം നമ്മൾ ഗുജറാത്തിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക് അവിടുത്തെ ഫാക്ടറി ഓണേഴ്സ് എല്ലാം. കാരണം ഒരു ഫാക്ടറിയിൽ അത്രയും ഒറ്റ ദിവസം അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ്. പക്ഷെ കണ്ടെയ്നറിന്റെ അകത്ത് അത് കയറില്ല. അപ്പോൾ ഷിപ്പിന്റെ മേലെ പോർഷനിൽ മാക്സിമം 4 എണ്ണം വെച്ചിട്ട് ഒരു ഷിപ്പിൽ കൊണ്ടുവരും. അങ്ങനെ 100 എണ്ണം അവര് ആ പറഞ്ഞ ടൈമിൽ പല ഫാക്ടറികളിൽ ഉണ്ടാക്കി ഗുജറാത്തിലേക്ക്. അത് ലാസ്റ്റ് കയറി നമ്മളതൊരു ഭയങ്കര ടാസ്ക് തന്നെയായിരുന്നു. കാരണം അവർക്കതൊരു ഇനോഗ്രേഷൻ ഫംഗ്ഷന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അത് അതുപോലെ മനസ്സിലാക്കി
ഉണ്ടാക്കി നമുക്ക് ചെയ്തു തന്നു കേട്ടോ അവർ. അപ്പോൾ ഈ കോസ്റ്റ് വൈസ് ഒക്കെ വരുമ്പോൾ ഇപ്പോൾ നമ്മളത് ഇവിടെ ഇപ്പോൾ ഇന്ത്യയിലും ഫാബ്രിക്കേഷൻ ഒക്കെ അവൈലബിൾ ആണ്, നമുക്ക് ഇത്തരത്തിലുള്ള പല കോൺസെപ്റ്റ് ഇവിടെ ഉണ്ട്. കോസ്റ്റ് വൈസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ വ്യത്യാസം ഉണ്ടാവും അല്ലേ? കോസ്റ്റ് വൈസ് വെച്ചാൽ ഇവിടെ ഉള്ളത് ചിലപ്പോൾ കോസ്റ്റ് കുറവായിരിക്കും, പക്ഷെ ഞാൻ അതിനെ കമ്പയർ ചെയ്തിട്ടില്ല അതുവരെ. പക്ഷെ ഞാൻ വേറൊരാളുടെ വീട്ടിൽ ഈ സംഭവം കണ്ടിട്ടുണ്ട്, ഇടുക്കി ഭാഗത്ത്. അവർ നാട്ടിലുണ്ടാക്കിയതാണ്. അപ്പം അതിൽ കുറേ ഇല്ലാത്ത കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട്, ഈവൻ അതിനകത്ത് സൈസ് ചെയ്യാൻ പറ്റുന്ന ഫർണിച്ചേഴ്സും പിന്നെ കോട്ട്, അതിനകത്ത് ടേബിൾ, ഇതെല്ലാം അവർ തന്നെ അതിനകത്ത് ഫിക്സ് ചെയ്ത് നമുക്ക് തരും, എന്തൊക്കെ വേണമെന്നൊരു ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പം അതിൻ്റെ ഒരു ഭംഗി നമ്മൾ ഇവിടെ ചെയ്യുന്നതിന് കണ്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇനി അതിനും അഡ്വാൻസ്ഡ് ആയത് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. കോസ്റ്റ് എങ്ങനെയാണെങ്കിലും കോസ്റ്റ് എഫക്റ്റീവ് തന്നെയായിരിക്കും. ഈ ഒരു കണ്ടെയ്നർ നമുക്ക് വന്നത് ഒരു 14 to 18 lakhs അകത്താണ്, ഇൻക്ലൂഡിങ് നമ്മുടെ ഷിപ്പിംഗ് കോസ്റ്റ് അടക്കം വന്നത്. തീർച്ചയായിട്ടും കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ അവരുടെ ഒരു നമ്പർ ഓഫ് വോളിയം കൂടുതലായിരുന്നല്ലോ, അതുകൊണ്ടായിരുന്നു അതിൻ്റെ ഒരു ഇത്. ഈ ചൈന, ഞാൻ ഈ ചോദ്യം ഒരു ക്ലിഷയാണ്, പക്ഷെ അത് പൊതുവെ ചൈനയെ കുറിച്ച് പറയുമ്പോൾ ചോദിക്കാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. ഈ പൊതുവെ നമുക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങളെ കുറിച്ച് പണ്ട് കാലം തൊട്ട്, എനിക്ക് തോന്നുന്നു 10-16 വർഷം മുമ്പും അങ്ങനെയൊക്കെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ. ഈ ഒരു ദുഷ്പേര് പലയിടത്തുള്ള അതൊരു അല്ലെങ്കിൽ തെറ്റിദ്ധാരണ, ഈ അത് വളരെ കോസ്റ്റ് കുറഞ്ഞു കിട്ടുന്ന അത്ര നിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങളാണ്. അങ്ങനെയാണോ ശരിക്കും ചൈനയിൽ ഇപ്പോഴും? ഒരിക്കലും അല്ല. ഞാനവിടെ ജീവിക്കുന്നതുകൊണ്ട് എനിക്കറിയാം. ഇപ്പം നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത് ഇരട്ടി പൈസ കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്, അത്രയും ക്വാളിറ്റിയുള്ള ഒരു സാധനമായിരിക്കും. പക്ഷെ അവർ കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡിനനുസരിച്ച് അത് കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഇവിടുന്ന് പോകുന്ന ഒരു കസ്റ്റമർ വില പേശുകയാണെങ്കിൽ അവർ അതനുസരിച്ച് അവർക്ക് കുറയ്ക്കാൻ പറ്റുന്ന ക്വാളിറ്റി മാത്രമേ ഉള്ളൂ. അത് അവർ ചെയ്യുന്നതല്ല, നമ്മളുടെ കമ്പൽഷനിൽ ചെയ്യുന്നതാണ്. പക്ഷെ അതിലൊരു സത്യസന്ധമായിട്ടുള്ള കാര്യം, യൂറോപ്യൻ മാർക്കറ്റിലേക്ക് അങ്ങനെ ഒരു ബാർഗെയിനിങ് ഇല്ല. അവർക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനമായത്, അത് പ്രൈസ് കമ്പാരിസൺ ഇല്ല അവർക്ക് അവരുടെ. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മാർക്കറ്റിന് അനുയോജ്യമായ ഒരു സംഭവം അതില്ല, നമ്മള് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ ക്വാളിറ്റി കുറയും, മാത്രമേ ഉള്ളൂ അതിന്റെ ഡിഫറൻസ്. അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ മാർക്കറ്റ് അവർക്കറിയാം, ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെയാണ്, യൂറോപ്യൻ മാർക്കറ്റ് എങ്ങനെയാണ്, ബിഹേവിയർ അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കസ്റ്റമേഴ്സിനെ അവർക്കറിയാം. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇപ്പോ ചൈനയിൽ തന്നെയാണ് അല്ലേ? ഇപ്പൊ വന്നു പോയിരിക്കുന്നത് മാറി ചൈനയിലായി. ഇപ്പൊ ലാസ്റ്റ് ഒരു 1 month ആയിട്ട് ഇവിടെയാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങളും ബിസിനസ് എങ്കിലും ഒരു 1-2 വർഷമായിട്ട് ഇപ്പൊ ചൈനയിൽ സെറ്റിൽഡ് ആയി എന്ന് പറയാം. ഞാൻ ഗോൺഷോയിലാണ്. ഇന്ത്യൻസ് ഉണ്ടോ ചൈനയിൽ ധാരാളമായിട്ട്? ഗോൺഷോയിലും ഒത്തിരി പേരുണ്ട്. ഫോഷാനിലാണ് കൂടുതൽ മലയാളികളും തോന്നുന്നു. ഫർണിച്ചർ സിറ്റി എന്നാ പറയുന്നത്, അവിടെ ഒത്തിരി പേരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അല്ലാത്ത പ്രൊവിൻസിലും കാണുമായിരിക്കും. ഇപ്പൊ ചൈന ബേസ് ആക്കി നിന്നുണ്ട്. ഇപ്പൊ അങ്ങോട്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുന്ന രീതിയിലായിരുന്നു ഒരു ബിസിനസ്. ഇപ്പൊ അവിടെ സെറ്റിൽഡ് ആയപ്പോൾ ഒരു ബിസിനസ് തന്നെയായി. എന്തൊക്കെയാണ് ഒരു ഫങ്ഷണലി ഒരു ബിസിനസ്സിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് ചൈനയിൽ നിന്നിട്ട്? നമ്മളിപ്പോൾ സ്വന്തമായിട്ട് നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരു മാനുഫാക്ചേഴ്സുമായിട്ട് നമ്മൾ കമ്പൈൻഡ് ആയി അതിൻ്റെ പേയ്മെൻറ്റ് അവർക്ക് കൊടുത്ത് ഒരു പാർട്ട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ ലൈറ്റ്നിങ് പ്രോഡക്ട്സ് നമ്മൾ ബ്രാൻഡ് ചെയ്ത് തുടങ്ങി. ഇതുവരെ ഇന്ത്യയിലേക്ക് അത് കൊണ്ടുവന്നിട്ടില്ല. നമ്മുടെ ഷോറൂമിൻ്റെ പണി ലൈറ്റിംഗ് പ്രോഡക്റ്റ് ഷാൻലിയേഴ്സ് മാത്രമാണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് ചെയ്യുന്നത്. അത് കൂടുതലും വാങ്ങിക്കുന്ന അറബ്സാണ്. കാരണം ക്രിസ്റ്റലിലാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്റ്റലിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വിലയുടെ ഒരു കോമ്പറ്റീറ്റീവ്നെസ് പ്രോബ്ലം വരുന്നതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ വാങ്ങിക്കാൻ അതിനേക്കാളും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും കേട്ടോ, ഒബിയസ്ലി. പിന്നെ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇൻട്രസ്റ്റഡ് ആയിട്ട്. അത് നമ്മൾ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇപ്പം ചെയ്യുന്ന അറബ്സിനും പിന്നെ ചില യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മാത്രമാണ് സ്പെസിഫിക്. അതാണ് നമ്മുടെ മെയിൻ ഇതായിട്ടുള്ള ചെയ്യുന്നത്. പിന്നെ ലൈറ്റ്നിങ് പ്രോഡക്ട്സ് ആണ്. ഇപ്പോൾ എന്താ പറയുക, LED അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മുടേതായ ഒരു ഡിസൈൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുന്നു. ഇതുവരെ ബ്രാൻഡ് ചെയ്തിട്ടില്ല കേരളത്തിൽ. പ്രോഡക്റ്റ് സ്റ്റാർട്ട് കേരളത്തിലും ഇന്ത്യയിലൊക്കെ ആ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ചൈനീസ് പ്രോഡക്ട്സ് ആണ് ബേസിക്കലി അല്ലേ? ലൈറ്റ്സും LED അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചൈനീസ് പ്രോഡക്ട്സ് ആണ്. നമ്മളത് പറയുന്നത് ശരിയല്ല. കാരണം പലർക്കും അവരുടെ പ്രൊഡക്ഷൻ പല സ്ഥലങ്ങളിലുണ്ട് എന്ന് അവർ പറയും. അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞാലും പലതും ചൈനയിൽ നിന്ന് വരുന്നതാണ് നമുക്ക് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ചൈനയ്ക്ക് ഒരു മേധാവിത്വം അങ്ങനെയുള്ള പല സാധനത്തിലും, എസ്പെഷ്യലി ഈ ഒരു ഇപ്പം നമ്മളെ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ സ്റ്റോർ അല്ലെങ്കിൽ ഒരു C&F ഡിസ്ട്രിബ്യൂഷനൊക്കെ പല കമ്പനികളുടെ നടത്തുന്നത് കൊണ്ട് പിന്നെ നമ്മൾ ചൈനയിലും ആയതുകൊണ്ടും നമുക്കറിയാം. പക്ഷെ അത് ഓരോരുത്തരുടെ ബിസിനസ് ടാക്ടിക്സ് ആണ്. അതിനകത്ത് നമ്മൾ മറുപടി പറയുന്നതിനോ അത് പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവർക്കും അവരുടേതായ ബിസിനസ് ടാക്ടിക്സ് ഉണ്ടാവും. ഈ ഇപ്പം നമ്മൾ നേരത്തെ ഇടയ്ക്കൊന്ന് പറഞ്ഞു വെച്ചാൽ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നിങ്ങൾ അവിടെ നിന്ന് ചൈനയിൽ ഒരുപാട് കാര്യങ്ങൾ അയക്കുന്നുണ്ട്. യൂറോപ്പ് നല്ല മാർക്കറ്റാണെന്ന് തോന്നുന്നു അല്ലേ?
യൂറോപ്പിൽ ഞാനിപ്പോൾ യു കെയിലേക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ യു എസ് സിന്ന് എൻക്വയറീസ് ഉണ്ട്. അതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടേക്ക് ചെയ്യുമ്പോഴത്തെ കുഴപ്പം നമ്മളൊരു ഇൻഡിവിജ്വലിന് ചെയ്യുന്ന പോലെയല്ല. കുഴപ്പമില്ല, അഡ്വാൻറ്റേജ് ആണ്. എനിക്കത് അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ മറ്റുള്ളവർക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ലാത്തതും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുമായൊരിതല്ല. കാരണം അവർ കമ്പനി ടു കമ്പനി ഒരു MOU സൈൻ ചെയ്ത് അതിൻ്റെ ലീഗൽ ആസ്പെക്ട്സ് എല്ലാം നോക്കിയിട്ട് മാത്രമാണ് അവർ നമ്മളുമായിട്ട് ആദ്യം MOU സൈൻ ചെയ്യും. എന്നിട്ട് നമ്മൾ ചൈനീസ് കമ്പനിയായിട്ട് MOU സൈൻ ചെയ്യും. സോ എന്ത് ഡിസ്പ്യൂട്ട് വന്നാലും നമ്മൾ ആൻസർ ചെയ്യണം. യൂറോപ്യൻ മാർക്കറ്റിലാണെങ്കിലും ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ ചെയ്യുമ്പോൾ അതങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് അതിനൊരു ഇഷ്യൂസ് ഇല്ല. ക്വാളിറ്റി ചെക്കിംഗ് ആണ് ഇവരുടെ ഒരു മെയിൻ ഓപ്ഷൻ ഈ രാജ്യങ്ങളുടെ. അപ്പം നമ്മൾ അവരോട് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു ടെക്നീഷ്യൻ വരുന്നതിൻ്റെ കോസ്റ്റ് ഞാൻ ബെയർ ചെയ്തോളാം, അയാളുടെ അക്കോമഡേഷൻ പ്ലസ് ഫ്ലൈറ്റ് ചാർജസ്. പക്ഷെ പ്രൊഡക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾ വന്നോളൂ. എന്നെ സംബന്ധിച്ച് അത് സേഫാണ്. ഇവിടുന്ന് അവിടെ ചെന്നതിന് ശേഷം അത് റിട്ടേൺ വരുന്നതിനേക്കാളും ഇവിടുന്ന് അങ്ങോട്ട് പോകണം. അവർക്ക് പിന്നെ എല്ലാം ബൈ മെയിൽ വേണം, ബൈ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയാണ് അവർ ചെയ്യുള്ളൂ. പേയ്മെന്റ് അവർ ബാങ്ക് ത്രൂ മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ചൈനയിലേക്ക് ഇപ്പം മിക്കവാറും ട്രേഡ് ചെയ്യുന്നവർക്ക് ഇൻവോയ്സ് എമൗണ്ട് മാത്രം അക്കൗണ്ട് ത്രൂ പോകും, ബാക്കി അവർ വരുമ്പോൾ കൊണ്ടുവരും. അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ പക്ഷേ ഇൻവോയ്സ് ത്രൂ മാത്രമേ ചെയ്യുള്ളൂ, പ്രോപ്പർ ചാനൽ മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ ഹഡിൽസ് ഇല്ല അതിനകത്ത്. പിന്നെ അവരുടെ പ്രോഡക്റ്റ് എല്ലാം ബെറ്റർ ക്വാളിറ്റി വേണം. അവരുടെ ക്വാളിറ്റിയും കസ്റ്റാണ്. യൂറോപ്യൻസും ഓസ്ട്രേലിയൻ അവരങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതൽ അവരുമായിട്ടാണ് ഡീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഈ 2 വർഷമായിട്ട് കൂടുതൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതുപോലെ ഫ്രണ്ട്സിനും അവർ പറഞ്ഞിട്ട് വരുന്ന അവരുടെ റെഫറൻസുകൾക്ക് മാത്രമാണ് അല്ലാതെ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇതിനാണ് കൊടുക്കുക. അപ്പോൾ ചൈനയിൽ ഒന്ന് ബേസ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ബിസിനസിന്റെ ഫോക്കസ് ഇനി അങ്ങോട്ട്? ഞാൻ ശരിക്കും പറഞ്ഞല്ലോ, സ്വന്തം മാനുഫാക്ചറിങ് ഉള്ളതുകൊണ്ട് തന്നെ അതർ ട്രേഡിങ് ഒരു വലിയൊരു പ്രോഫിറ്റ് ഒന്നും എടുത്തല്ല ഞാൻ ചെയ്യുന്നത്. കാരണം കസ്റ്റമേഴ്സ് വന്നാലും അവർക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്ത് വിടുക. പിന്നെ ചെറിയ ഓർഡർ ആണെങ്കിലും വലിയ ഓർഡർ ആണെങ്കിലും എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. പിന്നെ ഇപ്പം ഞാൻ കൂടുതലും എന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ട്, അവിടെ ഒരു ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണത്, അതെങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, ഇങ്ങനെയുള്ള. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ഒരു എക്സ്പെർട്ടൈസ് ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഒരു ബിസിനസ് അഡ്വൈസറി ആയിട്ടാണ് ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത്. അതും ചെയ്യുന്നുണ്ട്, ബിസിനസ്സും ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നമ്മൾ എന്തായാലും നമുക്ക് അവിടെ എക്സസ് ചെയ്യണം നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ കൂടെ ഒരു ട്രേഡിംഗ്, ഇന്റർനാഷണൽ ട്രേഡിംഗ്. ചൈനയിൽ സ്വാഭാവികമായിട്ടും ബിസിനസ് അഡ്വൈസറി സർവീസ് ഒരു സാധ്യതയുള്ള മേഖലയായിരിക്കുമല്ലോ. കാരണം ഒത്തിരി പേർക്ക് അവിടെ വന്ന് സെറ്റിൽ ആവണമെന്നും ബിസിനസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ പോയപ്പോഴും ഇത്രകാലം പോയിരുന്നുവെങ്കിലും എനിക്ക് സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അവിടെ നിന്നിരുന്ന ഹരി എന്ന് പറഞ്ഞൊരു മലയാളി ആയിട്ടുള്ളൊരു ചേട്ടനാണ് എനിക്ക് അതിന്, പുള്ളിക്കും അറിയാമെങ്കിലും ഇതിന്റെ ലാംഗ്വേജ് പ്രോബ്ലം, ഇത് നമ്മുടെ എല്ലാ ഡോക്യുമെന്റ്സും അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതെല്ലാം ചെയ്യേണ്ടത് കൊണ്ട് അവിടെ ഒരു ഏജൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ട് അവരാണ് ചെയ്തു തന്നത് എനിക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാനെപ്പോഴും വിചാരിക്കും എനിക്ക് അങ്ങനെ ഒരാൾ ഹെൽപ്പ് കിട്ടിയത് കൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായി. കാരണം ലാംഗ്വേജ് ഒരു പ്രോബ്ലം ആണല്ലോ ബിഗിനിങ്ങിൽ. പിന്നെ ഓക്കെ ആണ്, പിന്നെ നമുക്കെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാവരെയും സഹായിക്കും. എനിക്ക് ചൈനയിൽ ബിസിനസ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി. തീർച്ചയായിട്ടും പ്രൊഫഷണൽ ആയിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മുടെ സ്റ്റാഫ്, ഇപ്പോൾ എനിക്കുള്ളൊരു സ്റ്റാഫ് അവൻ ഓൾറെഡി ഇങ്ങനെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ അവനെ സംബന്ധിച്ചിട്ട് ഡോക്യുമെന്റ് ട്രാൻസ്ലേഷൻ അവർക്ക് അതിൻ്റെതായ ഒരു റീസൺ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കമ്പനികൾ രജിസ്റ്റർ ചെയ്യാൻ നമ്മുടെ ഇവിടുത്തെ ROC പോലത്തെ കാര്യങ്ങളും അതൊക്കെ അവർക്ക് അറിയാം. രജിസ്ട്രേഷൻ, ബാക്കി ഫോർമാലിറ്റീസ്, അപ്പോൾ അതെല്ലാം ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ടാക്സ് കൺസൾട്ടന്റിനെയും കൂടെ നമ്മുടെ ഓഫീസിൽ അസിസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ട്രേഡിംഗ് ലൈസൻസ് ആണ്. അപ്പം നമ്മൾ ഇതെല്ലാം കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ബിസിനസ് കൺസൾട്ടൻസി വേണമെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാം. ഞാൻ ഇവിടെയും ചെയ്യുന്നുണ്ടായിരുന്നു ബിസിനസ് അഡ്വൈസറി. കുറച്ച് കമ്പനീസിന്റെ ലീഗൽ അഡ്വൈസറി ആയിരുന്നു. അപ്പം ബിസിനസ് കൺസൾട്ടൻസി ലീഗൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വന്നാലും കൂടുതൽ ലോ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ കുറച്ച് അഡ്വക്കേറ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ചെന്ന് ചില സമയത്ത് മാനുഫാക്ചേഴ്സുമായിട്ട് നമ്മുടെ മലയാളികൾക്ക് ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട്, ഡിസ്പ്യൂട്ട് വരാറുണ്ട്. പക്ഷെ നമ്മളതൊരു കേസ് നടത്തി ജയിക്കലൊന്നും പറ്റിയില്ലെങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അവരുമായിട്ട്. ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് സോൾവ് ചെയ്യാൻ പറ്റും. എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പിന്നെ അവരുടെ ലോസ് അതുപോലെയാണ്. അവരെപ്പോഴും അവരുടെ കൺട്രിയിലുള്ള ആളുകൾക്ക് നല്ല സപ്പോർട്ടാണ്. നമുക്ക് പിന്നെ എപ്പോഴും നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവുന്നൊരു കാര്യം, ഇപ്പോൾ അവിടെ ബിസിനസ് കൺസൾട്ടിങ് ഒക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്കായിരിക്കും ഇനിയിപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് ഇന്ത്യ എന്നുള്ളവർക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ അവിടെ വന്ന് എന്തൊക്കെ ആൾക്ക് ചെയ്യാൻ പറ്റുക, ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റുക?
ഡെഫിനറ്റ്ലി ട്രേഡിംഗ് ഉണ്ടാവും, ഇമ്പോർട്ട് സാധ്യത ഉണ്ടാവും. അതല്ലാതെ എന്തെങ്കിലുമൊക്കെ സാധ്യതകളുണ്ടോ അവിടെ വന്നിട്ട്? ഒരു ഇൻസൈറ്റ് നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക? ആക്ച്വലി അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടുത്തെ ആളുകൾക്കാണ് അവർ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഞാനൊരു ഓഫീസ് തുടങ്ങി, എനിക്ക് ഇവിടുന്ന് ഒരു ഇന്ത്യൻ സ്റ്റാഫിനെ കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ ഓഫീസിൽ 2 ചൈനീസ് സ്റ്റാഫ് ഉണ്ടായിരിക്കണം. അവരുടെ സോഷ്യൽ ഇൻഷുറൻസ് ഞാൻ പേ ചെയ്തിരിക്കണം, അവരുടെ മന്ത്ലി സാലറി ഞാൻ അക്കൗണ്ടർ കൊടുത്തിരിക്കണം. അപ്പോഴാണ് എനിക്ക് 2:1 എന്നുള്ളൊരു റേഷ്യോയിൽ എനിക്കൊരു വർക്ക് വിസ കിട്ടുന്നത്. ഇപ്പം ഞാൻ എത്ര ഇൻവെസ്റ്റ് ചെയ്താലും എനിക്ക് ഇൻവെസ്റ്റർ വിസ ഒന്നുമില്ല, വർക്ക് വിസയാണ്. എൻ്റെ കമ്പനിയുടെ ഒരു പേഴ്സൺ എന്നുള്ള നിലയ്ക്കുള്ള വർക്ക് വിസയാണ്, ലീഗൽ പേഴ്സൺ ഉള്ള വർക്ക് വിസയാണ് അവർ തരുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അവർ തരുന്നത് 6 മന്ത് വർക്ക് വിസയാണ്. ഇപ്പോൾ മുൻപ് 1 വർഷം തരുമായിരുന്നു. ദെൻ ആഫ്റ്റർ 6 മന്ത്സ് നമുക്ക് വർക്ക് ഐ ഡിയും തരും അവർ. വർക്ക് ഐ ഡി 1 ഇയറിലേക്ക് തരും. ദെൻ ആഫ്റ്റർ 6 മന്ത്സ് നമ്മൾ വീണ്ടും റിന്യൂ ചെയ്യണം. ആ റിന്യൂ ചെയ്യുന്ന സമയത്തും നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ടോ ഓഫീസർ സ്റ്റാഫ്, അതെല്ലാം ഉണ്ടായിരിക്കണം. സ്റ്റാഫ് മാറാം, ബട്ട് 2 എന്ന് പറഞ്ഞാൽ 2 ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ മന്ത്ലി അവരുടെ സോഷ്യൽ ഇൻഷുറൻസ് പേ ചെയ്തിരിക്കണം, അത് മസ്റ്റാണ്. അപ്പം അങ്ങനെ ഉള്ളൊരു എന്താ പറയുന്നത് അവിടെ എല്ലാം. പിന്നെ വെർച്വൽ ഓഫീസുകൾ തുടങ്ങുന്ന ആളുകളുണ്ട്. അപ്പം 1 ഇയറിലേക്ക് ഒരുമിച്ച് വെർച്വൽ ഓഫീസിൻ്റെ ഇത് പേ ചെയ്ത്, അപ്പോൾ ഈ ഒരു വർക്ക് വിസ എന്നുള്ളൊരു പ്രോബ്ലം ചിലപ്പോൾ സിംഗിൾ പേഴ്സൺ ഒക്കെ ഉണ്ടാവുള്ളൂ. കുറേ പിന്നെ ഇന്ന് ഈ നിയമമാണെങ്കിൽ നാളെ വേറെ നിയമമാണ്, ടൈം ടു ടൈം ചേഞ്ച് ആവും. അപ്പൊ നമുക്കിപ്പോ അത് ഇത് ചെയ്യുന്ന കുറെ ടാക്സ് കൺസൾട്ടന്റ് ഏജൻസികളുണ്ട്, അപ്പൊ അവര് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. ഒരു കസ്റ്റമറോട് സങ്കീർണമായ പ്രശ്നത്തിലേക്കൊന്നും നമ്മൾ ചാടാതെ രക്ഷപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഡെഫിനറ്റ്ലി നമ്മൾ അവിടെ വളരെ നമ്മൾ ഒരു പ്രശ്നങ്ങളും നമ്മളായിട്ട് ഉണ്ടാക്കാതെ ബിസിനസ് ചെയ്താൽ ഒരു പ്രോബ്ലം ഇല്ല. നമ്മൾ എന്തെങ്കിലും ഫ്രോഡ് പരിപാടികളൊക്കെ കാണിക്കുന്നത് കൊണ്ടാണ് പ്രശ്നം. സ്ട്രെയിറ്റ് അവേ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഞാൻ ഈ ദീർഘകാല അനുഭവത്തിൻ്റെയും ഇപ്പോൾ അവിടെ സെറ്റിൽ ആയതിൻ്റെയും ഒരു പശ്ചാത്തലത്തിൽ ഇനി ഒരു ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ഇപ്പം നമുക്ക് ലോകത്ത് മൊത്തം മാറ്റമാണല്ലോ. ഇ കൊമേഴ്സ് വരുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നു, അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ ഇതിനിടയിൽ വന്നു. ഒരു വ്യവസായ വിപ്ലവത്തിന്റെ ഒക്കെ ഒരു സമയത്തിന്റെ കഴിഞ്ഞൊരു പുതിയ കാലഘട്ടത്തിലേക്ക് കിടക്കുക. ചൈനയിൽ ഇനി എന്താണ് ശരിക്കും? ഇനിയിപ്പോ എന്തായാലും ചൈനയിൽ തുടരാനാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത് കുറെ കാലമെങ്കിലും. അതെ. അപ്പോൾ അതിലൊരു ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും കാണുന്നുണ്ടാവുമല്ലോ. ഉണ്ടാവും. എല്ലാ മാറ്റങ്ങളും പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മൾ പറയും പണ്ട് US-ലാണ് അല്ലെങ്കിൽ യൂറോപ്പിലാണ്. അതിന്റെ അതേപോലെ തന്നെ ഇവിടെയും റിഫ്ലക്ട് ആവുന്നുണ്ട്. ഞാൻ അങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്. അപ്പം എന്താണെങ്കിലും ഒരു ഇന്നോവേഷനോ പുതിയ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് അവിടെ റിഫ്ലക്ഷൻ ആണ്. ചൈന ഒന്നും പിന്നോട്ട് മാറാറില്ല. ഇ കൊമേഴ്സിലാണെങ്കിലും ചൈനീസ് കമ്പനികളുണ്ട്, AI-യിലാണെങ്കിലും ചൈനീസ് കമ്പനികളുണ്ട്. കാരണം അവിടെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. നമ്മളിപ്പോൾ ഇവിടെയുള്ളവർ വിചാരിക്കുന്നത് ചിലര്, എല്ലാവരും ഞാൻ പറഞ്ഞില്ല, കാരണം ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ചൈന എന്താണെന്ന് അറിയാം. പക്ഷെ പലരും ഇപ്പോഴും ചോദിക്കാറുണ്ട്, അതിൽ അവിടെ ഇപ്പോൾ നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിപ്മെന്റ് കയറുമോ, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഇപ്പോഴും ഉള്ള ആളുകളുണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷെ അത് ഒരു പ്രാവശ്യം വന്നു കഴിയുമ്പോൾ ടോട്ടലി ചേഞ്ച് ആവും. എന്തിനും അവിടെ ഒരു ബൂമിങ് തന്നെയാണ് ഇപ്പോഴും. ഒരിക്കലും ഒരു എന്താ പറയുന്നൊരു ഇനി നമുക്കറിയില്ല ഫ്യൂച്ചറിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടുവരുമെന്ന്. ഇപ്പം ആസ് ഓഫ് നോ ബിസിനസ് മൈൻഡിലൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ആളുകൾക്ക് എല്ലാം കൊണ്ടും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രി തന്നെയാണ്. ഞാൻ ഒരു ക്ലീഷേ ചോദ്യം കൊണ്ട് ചോദിക്കട്ടെ. ചൈനയെ കുറിച്ചുള്ള മറ്റൊരു വലിയ തെറ്റിദ്ധാരണ, ചൈനയിൽ ലേബർ ഫോഴ്സ് ഒക്കെ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്, അവിടെ ആളുകളുടെ ലൈഫ് സ്റ്റൈലൊക്കെ വളരെ പരിതാപകരമാണെന്നൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ചൈന? എനിക്ക് ശരിക്കും ചിരി വരും ചോദിച്ചാൽ. കാരണം എൻ്റെ സ്റ്റാഫ് കറക്റ്റ് 9:30 വരും, 12 മണിയാകുമ്പോൾ ബ്രേക്ക് എടുക്കും, 2 മണിക്കൂർ അവന് ബ്രേക്ക്. അതിന് അവൻ ഓഫീസിൽ കിടക്കാം, കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഉറങ്ങാം. ജീവനക്കാർ അറിയണ്ട ഒരു ചൈനയിൽ പോകാൻ താല്പര്യം കാണിക്കും. കറക്റ്റ് 6 മണിയാകുമ്പോൾ അവരോട് എന്റെ മേശപ്പുറത്ത് വെച്ചായിരുന്നു. അങ്ങനെയാണ് അവിടുത്തെ ഒരു സിസ്റ്റം. അവര് അഥവാ നമ്മൾ അവരുടെ സോഷ്യൽ ഇൻഷുറൻസ് നമ്മൾ അടയ്ക്കണമെന്ന് പറഞ്ഞ് 100% സാലറി പ്ലസ് ഇൻഷുറൻസ് ആണ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ സെക്യൂർഡ് ആണ്, അവർക്ക് ആ ഇൻഷുറൻസിലെല്ലാം കവർ ചെയ്ത് കിട്ടും. അവർക്കൊരു മെഡിക്കൽ ബില്ല് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. അവർ സോഷ്യൽ സെക്യൂരിറ്റിയുടെ കാര്യത്തിലൊക്കെ രാജ്യം വളരെ ബാക്കി ഓൾഡ് ഏജ് ഹോം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അത്ര സെക്യൂർഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതൊന്നും അവർ ചെയ്തിട്ടുള്ളതായിട്ടോ അതിനുവേണ്ടി എന്തെങ്കിലും PF അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തതായിട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ അറിയാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ടോയെന്ന് എനിക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം പലരോടും സംസാരിക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി കിട്ടിയിട്ടില്ല എന്നുള്ള പോലെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ജെനുവിൻ ആണോന്നും അറിയില്ല. പക്ഷെ സ്റ്റാഫിൻ്റെ കാര്യത്തിൽ വളരെ ഫ്രീ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഗവൺമെൻറ് ഓഫീസിൽ കറക്റ്റ് 12 മണിയാകുമ്പോൾ അടിച്ചാൽ 2 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, ഒന്നും നടക്കില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും, എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും.
ഈ ലാംഗ്വേജിന്റെ ഒരു ഇഷ്യൂ പൊതുവെ ചൈനയെ കുറിച്ച് പറയാനുണ്ട്. ചൈന ഇംഗ്ലീഷിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് പിന്നോക്കാണ്. പക്ഷെ ഇപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ഇപ്പൊ ട്രാൻസ്ലേറ്ററൊക്കെ ഇല്ലാതെ തന്നെ നമുക്ക് ഡീൽ ചെയ്യത്തക്ക രീതിയിലേക്കൊക്കെ അവർ ഇംഗ്ലീഷൊക്കെ ഇമ്പ്രൂവ് ചെയ്തോ? അങ്ങനെ ഫുള്ളി പറയാൻ പറ്റില്ല. എന്നാലും ഇപ്പോഴത്തെ യങ് ജനറേഷൻ കുറേ പേര് ഔട്ട്സൈഡ് പോയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവർ കുറേ പേരാണ് നമ്മൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ്, എന്നാലും ചില എക്സ്റ്റെൻറ്റിൽ നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ല. പിന്നെ നമ്മൾ കാണുന്നത് ബിസിനസ് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വേൾഡാണ്. അതല്ലാതെ ഒരു ഹൈ എൻഡ് വേൾഡ് അവിടെ ഉണ്ട്. അവിടെ എല്ലാവരും അത്യാവശ്യം കുറേ പേരൊക്കെ പ്രൊഫഷണൽ വേൾഡിലൊക്കെ ഒരുപാട് പേര് 1-2 പേരൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അവർക്കറിയാം. എന്നാലും അവിടെ ഇംഗ്ലീഷ് മസ്റ്റ് അല്ല, അവർക്ക് അവരുടെ ലോക്കൽ ലാംഗ്വേജ്. പിന്നെ അങ്ങനെ ഒരു ഭാഷയുടെ പരിമിതി പലപ്പോഴും ഇല്ലല്ലോ. ബിസിനസ്സിനൊരു ഭാഷയുണ്ടല്ലോ അല്ലേ? ബിസിനസ്സിനൊരു ഭാഷയുണ്ട്. പിന്നെ അവർ നമ്മൾ ട്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ എത്ര വലിയൊരു ഫാക്ടറി പോയാലും അവർക്കൊരു മേശയുണ്ടാവും, അതിൻ്റെ മുകളിലൊരു ചെറിയ ചെറിയ കപ്പ് ഉണ്ടാവും ചായയുടെ, എപ്പോഴും ഗ്രീൻ ടീ പോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അവർ അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് നമ്മളോട് സംസാരിക്കുക. ഈ കേരളത്തിൽ നിന്ന് ഈ ചൈന പോയി കാണുന്ന എല്ലാ വ്യവസായികളും മറ്റുള്ളവരോട് പറയും ചൈനയിൽ പോകണം, ചൈന കാണണം. അത്രയും ഒരു വൗ ഫാക്ടറാണ് എപ്പോഴും പറയാറുള്ളത്. ചൈനയാണ് എപ്പോഴും ഒരു ബെഞ്ച് മാർക്കായിട്ട് എപ്പോഴും നമ്മുടെ വ്യവസായികൾ മാനുഫാക്ചറിംഗ് ഓർഗനൈസ്ഡ് ആണ് അവർ. ഇപ്പം അത് നമ്മൾ അവിടെ ഇറങ്ങുമ്പോൾ തന്നെ സിറ്റീസ് കാണുമ്പോൾ നമുക്കറിയാം. പിന്നെ അവിടുത്തെ ബുള്ളറ്റ് ട്രെയിൻസ്, നമ്മളൊക്കെ ഇനി എത്ര കാലം കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനെ ഒരു സർവീസിലേക്ക് എത്താന്ന്. ഞാൻ ഇന്ത്യയെ കുറച്ച് കാണുന്നില്ല, എത്രയോ ഡെവലപ്പായി, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇവിടെ നമ്മളുടെ കുറേ പ്രോബ്ലംസും ഉണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ചിലപ്പം ലാൻഡിൻ്റെ എന്തെങ്കിലും റിസോഴ്സസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കാം. പക്ഷെ അവിടെ അത് ഇന്ന് വേണമെന്ന് തോന്നിയാൽ അവരത് ചെയ്തു. അങ്ങനെയുള്ളൊരു ചെറിയൊരു അസൂയ കലർന്നൊരു കാര്യം കൂടി, ഈ ചൈനയെ കുറിച്ച് ഇതുപോലെ തന്നെ അതിശയപ്പെടുകയും അതേസമയം ചില ആളുകൾ പറയും ചൈനയുടെ കുതിപ്പ് ഏതാണ്ട് അസ്തമിക്കാറായി, ഒരു പരിധിക്കപ്പുറം പോകത്തില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ കാണുമ്പോൾ വീണ്ടും ചൈന മുന്നോട്ട് കുതിക്കുകയാണ്. ചൈനയിലൊരു വ്യത്യാസം വരുന്നില്ല, ഒന്നും വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല ആസഫ്. പിന്നെ അതിനെ എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. കാരണം അവർ എന്ത് കാര്യവും ഈസിലി അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്, ഈസിലി അതിനെ എന്താ പറയുക മാനുഫാക്ചർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവർ. അപ്പം പിന്നെ ഈ പറയുന്നത് ഇതുപോലെയുള്ള ഒരു കൺട്രി വേറെ ഡെവലപ്പ് ചെയ്ത് വന്നാൽ ചിലപ്പം അത് കുറച്ച് ഡൗൺ ആവുമായിരിക്കും. ഈ അടുത്ത് വിയറ്റ്നാം അല്ലെങ്കിൽ ഇന്തോനേഷ്യ അങ്ങനെയൊക്കെ പറഞ്ഞ് പലരും ചേഞ്ചസ് ഒക്കെ പറയുന്നുണ്ട്. അടുത്തുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങൾ, അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് ബിസിനസ് ചെയ്തിട്ടുണ്ടോ? ഇന്തോനേഷ്യയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ഡയറക്റ്റ് അവിടെ പോയി ഓഫീസ് ഇട്ടിട്ടില്ല. പക്ഷെ നമുക്ക് ചെയ്തു തരാൻ അവിടെ സ്റ്റാഫ്. ചൈന കൂടാതെ ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളോട് ബിസിനസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റാഫ് ഉണ്ട് അവിടെ, അവർ മാത്രമേ ഉള്ളൂ. ഓഫീസ് ഒന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടുന്ന് ചില കസ്റ്റമേഴ്സിന് ഇന്തോനേഷ്യയിൽ നിന്ന് ഫർണിച്ചർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇമ്പോർട്ട് സർവീസാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഓഫീസുകളുണ്ട്. അപ്പം നമ്മുടെ സ്റ്റാഫ് അവിടെയാണ്. അപ്പോൾ അവരെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ സ്റ്റാഫിന് നമ്മുടെ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ശരിക്കും ഇന്തോനേഷ്യ വേണമെങ്കിൽ ഒരു കൊച്ചു ചൈനയാണ് ഫർണിച്ചറിന്റെ കാര്യത്തിൽ. എസ്പെഷ്യലി നല്ല നമുക്ക് മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മുടെ മാർക്കറ്റിലും വളരെ അവൈലബിൾ ആയിട്ടുള്ള ഇന്തോനേഷ്യൻ ഫർണിച്ചറിന് ഒരു പ്രത്യേക പേരുണ്ട്. ഇപ്പോൾ ഉണ്ട്. ചൈനയെക്കാളും കൂടുതൽ ചിലർ ഇന്തോനേഷ്യൻ ഫർണിച്ചറിനെ എക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട് ഇപ്പോൾ. ഈ ചൈന ഇന്തോനേഷ്യ കൂടാതെ മറ്റു രാജ്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടോ, പ്ലാൻ ഉണ്ടോ? ഇല്ല, ആസ് ഓഫ് നൗ ഇല്ല. ദുബായില് ചൈന തന്നെ വലിയൊരു കടലാണ്. ദുബായില് ചെയ്യണം, പക്ഷെ ഇപ്പൊ അങ്ങോട്ട് എത്തിയിട്ടില്ല. ചൈനയിലെ ഒരു അവധിക്കാലമാണല്ലേ? ഓൾമോസ്റ്റ് അതുപോലെയാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ജനുവരി 28-നാണ് ന്യൂ ഇയർ. ആസ് പെർ അവരുടെ കലണ്ടറിൽ എന്ന് വരുന്നു, അവരുടെ കാൽക്കുലേഷൻസും അരിത്തമാറ്റിക് കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അതെന്ന് വരുന്നു ഈ പ്രാവശ്യം ജനുവരി 28-ആണ്. അപ്പം ജനുവരി 28-ന് തുടങ്ങിയിട്ട് ഫെബ്രുവരി 4 വരെ അവർക്ക് ഗവൺമെന്റ് ഹോളിഡേയാണ്. പക്ഷെ അത് മാത്രമല്ല, ഇപ്പൊ അവിടെ ഒരു ശരിക്കും ഹോളിഡേ മൂഡായി. മാനുഫാക്ചേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് മാനുഫാക്ചറിങ് നിർത്തി, പലരും അവരുടെ നാടുകളിലേക്ക് പോയി. പിന്നെ എക്സ്ട്രീംലി നല്ല തണുപ്പാണ്, നല്ല തണുപ്പുള്ള ശരിക്കും ഒരു അവധിക്കാലം തന്നെയാണ് അവർക്ക് അവിടെ. അതൊരു നമ്മുടെ ഇവിടുത്തെ പോലെ ഒരു ദിവസം കൊണ്ട് ന്യൂ ഇയർ അവസാനിക്കുന്നില്ല അവർക്ക്. ചൈനയുടെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ഒരു വെസ്റ്റേൺ ഒരു സ്വഭാവത്തിലൊക്കെ തന്നെയാണ് ചൈനയുടെ ഒരു ലൈഫ് സ്റ്റൈൽ. എല്ലാം ലൈഫ് സ്റ്റൈൽ അങ്ങനെ തന്നെയാണ്. ഇപ്പം നൈറ്റ് ലൈഫ് ആണ് അവിടെ കൂടുതലും. ഡേയിൽ അവർ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും, നൈറ്റിൽ അവർ എൻജോയ് ചെയ്യും ലൈഫ്. സാന്ദർഭികമായിട്ട് പെട്ടെന്നൊരു കാര്യം, ഈ കോവിഡ് ആയിരുന്നല്ലോ ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുകയും പിന്നീട് ലോകത്തെ മുഴുവൻ സ്തംഭനാവസ്ഥയിലാക്കുകയും ചെയ്ത്. കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു വാർത്ത വരുന്നു, അത് വാർത്ത കേട്ടിരുന്നു? ഇപ്പൊ ന്യൂസ് കണ്ടായിരുന്നു മാതൃഭൂമിയില്. പക്ഷെ ഇപ്പൊ ഞങ്ങള് അവിടെ താമസിക്കുന്ന പല മലയാളികളെയും വിളിച്ചപ്പോൾ അവരാരും ഇതിനെപ്പറ്റി വലിയ ബോധേഡല്ല, അറിഞ്ഞിട്ടില്ല. പിന്നെ ഇത് ഉൾപ്രദേശങ്ങളിലോ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് അവർ പറഞ്ഞൊരു പ്രത്യേക പ്രൊവിൻസ് പറഞ്ഞിട്ടുണ്ട്, അവിടെയുള്ളവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല.
പിന്നെ നമ്മൾ പറയുന്നു കോവിഡ് വുഹാനിൽ നിന്നാണ് വന്നത്, അവർ നമ്മളെ അടിക്കും. അവർ പറയും നമ്മളാണ് കോവിഡ് അവിടെ കൊണ്ടുപോയെന്നാണ് അവർ നമ്മളോട് പറയുന്നത്. അതെന്താ പ്രശ്നം അറിയാമോ, അവിടെ ഗൂഗിളും അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സും ബാൻഡാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻസും അവിടുത്തെ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. എന്ന് വെച്ചാൽ അവിടെയുള്ള മലയാളികൾ യൂസ് ചെയ്യുന്നുണ്ടാവും, അവരുടെ ഡാറ്റയിൽ ഇത് കിട്ടില്ല. അപ്പം നമുക്ക് VPN സർവീസൊക്കെ വഴി നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ അതുപോലെ പലരും യൂസ് ചെയ്യുന്നുണ്ട്. മലയാളികൾക്ക് എല്ലാത്തിനും ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അത് മലയാളി എന്നല്ല പറയുന്നത്, ഇന്ത്യൻസ്, നോട്ട് ഇൻ മലയാളി, ഇന്ത്യൻസ്. പിന്നെ അതുപോലെ യൂറോപ്യൻസ് വന്നാലും അവർക്ക് അവരുടെ ഫോണുകളും അവരുടെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ചൈനീസ് ഗവൺമെന്റിന് അവർക്ക് അവിടെ ബൈഡു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെർച്ച് എഞ്ചിനാണ്. അപ്പം അതിൽ അവർ കൊടുക്കുന്ന ന്യൂസാണ് അവിടുത്തെ ആളുകളുടെ അവരുടെ ഇൻഫർമേഷൻ ഇത് അതാണ്. നമുക്ക് തിരിച്ചൊന്ന് ഓരാം. ഈ ഇതിലൊക്കെ പോകുന്നതിന് മുമ്പ് പഠിച്ചതൊക്കെ എന്തായിരുന്നു? ലീഗൽ പ്രൊഫഷണലായിരുന്നു, അതിനുശേഷം പഠിച്ചത് വേറെയാണ്, കുറച്ചു കാലം വർക്ക് ചെയ്ത് വേറെയാണ്, ഇപ്പൊ എത്തി നിൽക്കുന്നത് എല്ലാത്തിലും ഒരു അതെന്തോ പ്രീ പ്ലാൻഡ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ അറിഞ്ഞില്ല. എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞെങ്കിലും പിന്നെ കുറച്ചു കാലം MNC കമ്പനികളിലൊക്കെ പ്രധാനപ്പെട്ട ചില കമ്പനികളുണ്ടായിരുന്നു. ICICI ഉണ്ടായിരുന്നു, വിപ്രോ ഉണ്ടായിരുന്നു, TCS. അവിടെയൊക്കെ ഏത് പ്രൊഫൈലായിരുന്നു? HR ആയിരുന്നു ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത് ഇന്ത്യയിൽ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വർക്ക് ചെയ്തപ്പോൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് മാറി. പിന്നെ അത് കഴിഞ്ഞ് ലീഗലിലേക്ക് മാറി. അപ്പോ അങ്ങനെ ഇങ്ങനെ ലീഗലിൽ വന്നു. വളരെ കുറച്ച്. ആ സമയത്ത് അതിന്റെ ഒരു സാലറിയെക്കാളും ഭയങ്കര എന്താ പറയുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി ആയിരുന്നു MNC-കളിൽ. എന്ന് വെച്ചാൽ നമ്മളൊരു പ്രൊഫഷന്റെ ബിഗിനിങ്ങിൽ കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞത്. ലീഗൽ പ്രൊഫഷൻ ഒട്ടും മോശമല്ല, നല്ല ഹൈ ഇൻകം ഉള്ളതൊക്കെ ആണ്. പക്ഷെ കരിയറിന്റെ ബിഗിനിങ്ങിൽ കിട്ടുന്നത് വളരെ കുറഞ്ഞതാണ്, അതെല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഫാഷൻ സ്റ്റുഡിയോ ഒക്കെ അത് ജോലിയൊക്കെ റിസൈൻ ചെയ്ത് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഒരു ഫാഷൻ സ്റ്റുഡിയോ അതെ, ആദ്യത്തെ ബിസിനസ് അതായിരുന്നു. സക്സസ്ഫുൾ ആയിരുന്നു. നമ്മുടെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് 2018 പ്രളയം, അതില് കുറച്ച് സ്റ്റോക്കൊക്കെ നഷ്ടം വന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്താണ് സ്വന്തമായിട്ടുള്ള പിന്നെ ബിൽഡിംഗ് മെറ്റീരിയലിന്റെ ഒരു സ്റ്റോറൊക്കെ ഫാമിലി വൈസ് സ്റ്റാർട്ട് ചെയ്തപ്പം അങ്ങനെ അങ്ങോട്ട് മാറി. പിന്നെ ഇവിടെ എത്തി. എന്തായാലും ചൈനയിലാണ്. ചൈന എന്തായാലും ഒരു ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിൽ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് നമുക്ക് എപ്പോഴും ഒരു പ്രതീക്ഷ. എപ്പോഴും പിന്നെ ഈ പറയുന്ന പോലെ ഈ പറയുന്ന അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴുള്ള ചെറിയൊരു ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിലും അത് കഴിഞ്ഞ് നമ്മളൊക്കെ വിചാരിക്കുന്നേക്കാളും വളരെ ഫാസ്റ്റ് ആയിട്ട് അവർ ബൂം ചെയ്തു. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നു എന്നൊന്നും നമുക്ക് ഇത് തോന്നാത്ത, അതായത് കോവിഡിന് മുമ്പുള്ള ഷോപ്പുകളൊക്കെ ഇപ്പൊ കണ്ടാൽ അതിനേക്കാൾ എസ്റ്റാബ്ലിഷ്ഡ് ആയി ഫുള്ളി സെൻട്രലൈസ്ഡ് ആയിട്ടൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ചൈനയിലേക്കുള്ളൊരു വാതായനമായിട്ട് തങ്ങളുടെ കമ്പനീനെ കരുതുന്നു. മലയാളികൾക്ക് വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനും ചൈനയുമായിട്ട് ബിസിനസ് ചെയ്യാനും എപ്പോഴും മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ അത് കൂടുതൽ താല്പര്യപ്പെടുന്നതാണ്. ചൈനയായിട്ടുള്ള ബിസിനസ്സും ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടും ഒക്കെ അത് കൂടുതൽ ഫലപ്രദമായിട്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കട്ടെ. അപ്പോൾ എപ്പോഴും ആശ്രയിക്കാവുന്ന ഒരു മുട്ടാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് തങ്ങളുടെ കമ്പനി എപ്പോഴും നിൽക്കട്ടെ, കൂടുതൽ മേഖലകളിലേക്ക് വളരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു.